ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചോളം റവ വെച്ചിട്ടുള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം അളന്നെടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായി ചൂടാകാൻ വേണ്ടി സ്റ്റൗവ് വയ്ക്കാം. വെള്ളം നന്നായി ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള റവയിലേക്ക് നമുക്കത് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില, പിന്നെ ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 തൊട്ട് 3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുള്ളി, അതുപോലെ കറിവേപ്പില, പിന്നെ ഉണക്കമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള റവയും അതുപോലെ അതിലത്തെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്ക് നന്നായി തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് മതിയാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് നന്നായി കുക്കായി കിട്ടും. വെള്ളം നന്നായി വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീട്ടിലിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്